വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഗെയിൻ. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ, അതായത് ഫുള്ളി ഫണ്ടഡ് നഴ്സിംഗ് പ്രോഗ്രാം ഇൻ UK നിങ്ങൾ തന്ന ഒരു വെൽക്കം വാസ് ഹ്യൂജ്. എനിക്ക് ഒത്തിരി റെസ്പോൺസസ് എന്നെ പേഴ്സണലി അറിയാവുന്നൊരു ത്രൂ വാട്സപ്പ്, ത്രൂ മൈ ഫോൺ, ത്രൂ ഇമെയിൽസ്, ത്രൂ ചാറ്റ്സ് എല്ലാം ഒത്തിരി റെസ്പോൺസസ് വന്നു. അതിലെല്ലാം വന്ന ഒരു മെജോറിറ്റി ആയിട്ട് വന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറയാൻ വിട്ടുപോയ കുറച്ച് കീ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ, അതെൻ്റെ ഭാഗത്ത് വന്ന ഒരു വീഴ്ചയാണ്. ആ ഇൻഫർമേഷനും കൂടെ ഞാൻ ആഡ് ചെയ്യേണ്ടതായിരുന്നു. എങ്കിലും നിങ്ങൾ തന്ന റെസ്പോൺസ് അനുസരിച്ച് ഞാൻ ആ ഇൻഫർമേഷൻസും കൂടെ ആഡ് ചെയ്ത് ഒരു ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് പോലെ ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത് ഇന്നലത്തെ വീഡിയോ കണ്ടതിൻ്റെ റിമൈനിങ് റെസ്പോൺസ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഫസ്റ്റ് എന്നോട് കുറേ പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ, ഇതിന് ഏജ് ലിമിറ്റ് ഉണ്ടോ എന്നാണ്. UK നഴ്സിംഗ് പഠിക്കാൻ ഏജ് ലിമിറ്റ് ഇല്ല. ഈവൻ 60 ഇയേഴ്സിൽ നഴ്സിംഗ് പഠിക്കുന്നവരെ എനിക്കറിയാം. സോ UK ഏജ് ലിമിറ്റ് ഒരു ക്യാപ്പില്ല. പക്ഷേ യു ഹാവ് ടു ഡെമോൺസ്ട്രേറ്റ് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഈ ഏജിൽ നിങ്ങൾ എന്തുകൊണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ സപ്പോർട്ടിങ് ഇൻഫർമേഷൻ ആപ്ലിക്കേഷനിൽ ഫില്ല് ചെയ്യുമ്പോൾ അതിനകത്ത് എഴുതണം. അത് ഇംപ്രസീവ് ആയിട്ടുള്ളതാണെങ്കിൽ അവർ നിങ്ങളെ ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞു ഫുള്ളി ഫണ്ടഡ് ആണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു വിസ ആൻഡ് ടിക്കറ്റ് എങ്ങനെയാണെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. സോ വിസ ആൻഡ് ടിക്കറ്റ് സ്റ്റുഡൻസിൻ്റെ തന്നെ ചിലവാണ്. 3 വർഷത്തേനുള്ള കൺഫർമേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ഓഫ് സ്റ്റഡീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങളുടെ പ്ലേസ് എല്ലാം കംപ്ലീറ്റ്ലി സെക്യൂർ ആയതിനു ശേഷം അവർ ക്യാഷ് തരും, കൺഫർമേഷൻ ഓഫ് അക്സെപ്റ്റൻസ് ഓഫ് സ്റ്റഡീസ്. അത് വെച്ചിട്ട് നിങ്ങൾ വിസ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് നിങ്ങൾ 3 വർഷത്തേനുള്ള വിസയും ഇമിഗ്രേഷൻ സർചാർജ് എന്ന് പറയും അതും കൊടുക്കണം. അതിൻ്റെ ഒരു ഏകദേശം ഒരു എക്സ്പെൻസ് ഒരു 3 to 4 lakhs വരും. അത് നിങ്ങൾ ബെയർ ചെയ്യണം. പക്ഷേ 3 വർഷത്തേനുള്ള വിസയാണ്, അത് വൺ ഓഫ് എക്സ്പെൻസ് ആണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ വേറെ എക്സ്പെൻസ്, പിന്നെ ടിക്കറ്റിൻ്റെ എക്സ്പെൻസും കൂടെ ഉണ്ട്. അതെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ എക്സ്പെൻസസ് ഒന്നുമില്ല. സോ അത് ആ ഒരു എക്സ്പെൻസ് ഉണ്ട്. അതുകൂടാതെ അവിടെ ചെന്ന് ഞാൻ പറഞ്ഞ 1000 പൗണ്ട് ഗ്രാൻഡും 500 പൗണ്ട് സെറ്റിൽമെൻറ്റ് ഫീസും തരുന്നത് കൂടാതെ അക്കോമഡേഷൻ നമ്മൾ സ്റ്റുഡൻസ് പ്രൈവറ്റ്ലി ഫണ്ടഡ് ആണ് ചെയ്യുന്നത്. ഈ പ്ലേസ്മെൻറ്റിന് പോകുമ്പോൾ, അതായത് താമസ സ്ഥലത്തുനിന്ന് മാറി എവിടെയെങ്കിലും പ്ലേസ്മെൻറ്റിന് പോകണമെന്നുണ്ടെങ്കിൽ അത് HAW റീംബേഴ്സ് ചെയ്യും. അല്ലാതുള്ള റെഗുലർ അക്കോമഡേഷൻ സ്റ്റുഡൻസ് തന്നെ കണ്ടുപിടിക്കണം. അത് സ്റ്റുഡൻറ്റ് അക്കോമഡേഷനിലോ കോളേജ് ഹോൾസിലോ എവിടെയാണെന്ന് വെച്ചാൽ അതിൻ്റെ റെഗുലർ അക്കോമഡേഷൻ സ്റ്റുഡൻസ് തന്നെ കണ്ടുപിടിക്കണം. സോ ആ ചിലവ് അഡീഷണലായിട്ട് ഉണ്ട്. സോ എഡ്യൂക്കേഷൻ, അതായത് യൂണിവേഴ്സിറ്റി ഫീസാണ് HAW പേ ചെയ്യുന്നത്. സോ അവരുടെ ലിവിങ് എക്സ്പെൻസ് എല്ലാം സ്റ്റുഡൻസ് തന്നെ മീറ്റ് ചെയ്യണം. അപ്പം വിസയ്ക്ക് വെക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയ രണ്ട് എമൗണ്ട് നിങ്ങൾ കാണിക്കണം. ഒന്ന് നിങ്ങളുടെ 9 months, അത് വിസയുടെ റിക്വയർമെൻ്റ് ആണ്. 9 months വേണ്ടിയുള്ള ലിവിങ് എക്സ്പെൻസ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കണം. അത് റഫ്ലി ഒരു 9 to 10 lakhs നിങ്ങളുടെ ബാങ്കിൽ കാണിക്കണം. അതെങ്ങും നിങ്ങൾ ചിലവാക്കുന്നില്ല, പക്ഷേ നിങ്ങളുടെ കയ്യിൽ ആ മണി ഉണ്ട് എന്ന് വിസയുടെ റിക്വയർമെൻ്റ് ആയിട്ട് ഒരു മാസമെങ്കിലും മിനിമം 9 to 10 lakhs അക്കൗണ്ടിൽ ഉള്ളത് കാണിക്കണം. അത് കൂടാതെ നിങ്ങളുടെ ഇമിഗ്രേഷൻ സർചാർജിനും വിസ ഫീസിനും കൂടെ ഏകദേശം ഒരു 3.5 to 4.5 lakhs rupees ആകും. അത് നിങ്ങൾക്ക് ചിലവാകും. ഈ 9 to 10 lakhs ബാങ്കിൽ കാണിച്ചാൽ മതി. ഇതൊരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ഫിഗർ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. പക്ഷേ ഫീസ് 3 വർഷത്തെ ഫീസ് ഫുള്ളി ഫണ്ടഡ് ആണ്. വിസയുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ എടുക്കണം. പിന്നെ വന്നൊരു ചോദ്യം IELTS വേണോ എന്നാണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് നമ്മുടെ 12th ഇംഗ്ലീഷ് മാർക്ക് അക്സെപ്റ്റ് ചെയ്യും. പ്രൊവൈഡർ CBSE ആണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡ് CBSE ആണെങ്കിൽ ഒരു 70 to 80% ഇല്ല. മറ്റുള്ള ഹെൽത്ത് ബോർഡ്സ് ആണെങ്കിൽ ഒരു 80% മാർക്ക് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ IELTS ഈ നമ്മളിപ്പോൾ 12th മാർക്കാണ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജായിട്ട് യൂസ് ചെയ്യുന്നെങ്കിൽ അത് കഴിഞ്ഞ 7.5 വർഷത്തിനുള്ളിലുള്ള 12th മാർക്കായിരിക്കണം. 10 വർഷം പഴയതൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ലാസ്റ്റ് 7.5 ഇയേഴ്സിനുള്ളിലുള്ള 12th മാർക്കാണ്. ഇനിയിപ്പോൾ നിങ്ങൾ 12th എഴുതിയത് ഒരു 10 വർഷം മുന്നേ ആണ് ഇപ്പോൾ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ IELTS അക്കാഡമിക് എഴുതണം. അതിന് ചില യൂണിവേഴ്സിറ്റീസ് 6 ആണ്
പറയുന്നത്. ചില യൂണിവേഴ്സിറ്റീസ് 6.5 ആണ് പറയുന്നത്. ഓവറോളും ഇൻഡിവിജ്വൽ കമ്പോണൻസിന് 6.5 ആണ്. ചിലർ പറയുന്നത് 6 ആണ്. സോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി നോക്കി അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് വേണം എടുക്കാൻ. ഒരു 6.5 എന്ന് എയിം ചെയ്ത് വെച്ചാൽ നിങ്ങൾക്കത് മീറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ വന്നൊരു ചോദ്യമാണ്, ബയോളജി വേണോ, കൊമേഴ്സ് ഗ്രൂപ്പുകാർക്ക് പറ്റുമോ എന്നുള്ളൊരു ചോദ്യം. സോ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷന് വേണ്ടി അവർ എ ലെവൽസ്, അതായത് ഇവിടെ UK എ ലെവൽസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ 12th എ ലെവൽസിന് 3 B ഗ്രേഡ് അല്ലെങ്കിൽ 2 B 1 Cയുമാണ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നത്. അത് ഇന്ന സബ്ജക്റ്റ് എന്ന് സ്പെസിഫിക്കലി പറയുന്നില്ല. പക്ഷെ നഴ്സിങ്ങിന് അവർ പറയുന്നത് 10th, അതായത് GCSE, UK GCSE പറയും. നമ്മുടെ നാട്ടിൽ 10th ക്ലാസ്സിൽ ഇംഗ്ലീഷ്, മാത്സ്, സയൻസിൽ വൺ ഓഫ് ദി സയൻസ് ബയോളജി, ഈ 3 സബ്ജക്റ്റ് 10th വേണമെന്ന് അവർ മാൻഡേറ്ററി പറയുന്നുണ്ട്. 12th ഈ സബ്ജക്ട്സ് പറയുന്നില്ല. 12th 3 B അല്ലെങ്കിൽ 2 B 1 C എന്ന ഗ്രേഡ് അല്ലെങ്കിൽ അതിൻ്റെ ഈക്വലൻ്റ് ആണ് അവർ മിനിമം റിക്വയർമെൻ്റ് ആയിട്ട് പറയുന്നത്. സോ നിങ്ങൾ 10th ക്ലാസ്സിൽ നിങ്ങൾക്ക് മാത്സും ഇംഗ്ലീഷും ബയോളജിയും ഉണ്ട്, അത്യാവശ്യം ഒരു 65-70% മാർക്ക് ഓവറോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 12th ഓവറോൾ 70 to 80% മാർക്കും നിങ്ങളുടെ 10th സബ്ജക്ട്സിൽ മാത്സ്, ഇംഗ്ലീഷ്, ബയോളജി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് നിങ്ങൾ കൊമേഴ്സ് ആണോ 12th എടുത്തതെന്നൊന്നും ബാധകമല്ല. നിങ്ങൾക്ക് 12th നല്ല മാർക്കും 10th നിങ്ങൾക്ക് ഇംഗ്ലീഷ്, മാത്സ്, ബയോളജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതൊക്കെയാണ് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നിങ്ങളോടൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഈച്ച് യൂണിവേഴ്സിറ്റി പറയുവാണെങ്കിൽ കാർഡിഫ് യൂണിവേഴ്സിറ്റി പറയുന്നത് 12th 3 B അല്ലെങ്കിൽ 2 B 1 C, പിന്നെ ബയോളജി ആൻഡ് മാത്സ്, GCSEയിൽ ബയോളജി ആൻഡ് മാത്സ്. ഇംഗ്ലീഷിന് അവർ പറയുന്നത് 65% ഇൻ 12th അല്ലെങ്കിൽ 78 to 81, 65% in 12th ഓവറോൾ ഗ്രേഡ് അല്ലെങ്കിൽ ഇംഗ്ലീഷിന് 78 to 81% മാർക്കാണ് പറയുന്നത്. സ്വാൻസി യൂണിവേഴ്സിറ്റി എൻട്രി റിക്വയർമെൻറ്റ് 12th 70% മാർക്ക് വേണം. പിന്നെ IELTS 6 ഓർ ഈക്വലൻ്റ്. CBSE ICC ആണെങ്കിൽ ഇംഗ്ലീഷിന് 70% ഉണ്ടെങ്കിൽ IELTS വേണ്ട. സൗത്ത് വെയിൽസിലാണെങ്കിലും IELTS 6.5 ആണ് അവർ ചോദിക്കുന്നത്. മാത്സ്, ഇംഗ്ലീഷ്, ബയോളജി ഇൻ 10th റിക്വയർമെൻ്റ് ആണ്. 12th ഒരു 70 to 80% മാർക്ക് വേണം. ഈവൻ റെക്സം യൂണിവേഴ്സിറ്റി GCSE മാത്സ്, ഇംഗ്ലീഷ്, ബയോളജി IELTSന് 6 ആണ് അവർ പറയുന്നത്. സോ മൊത്തത്തിൽ ഏത് നഴ്സിങ്ങിന് വേണ്ടി നിങ്ങൾ വെയിൽസിലുള്ള ഏത് യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്താലും അവർ ചോദിക്കുന്നത് GCSE, അതായത് 10th ക്ലാസ്സിൽ മാത്സും ഇംഗ്ലീഷും ബയോളജിയും നിങ്ങൾക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ 12th സാമാന്യം നല്ല മാർക്ക്, ഒരു 65 തൊട്ട് 80% വരെയുള്ള മാർക്ക് ഓവറോൾ നിങ്ങളുടെ എല്ലാ സബ്ജക്ട്സിനും കൂടെ അത്രയും മാർക്ക് വേണം. അതുകൂടാതെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻ്റ് ആയിട്ട് ഒന്നിൽ നിങ്ങളുടെ 12th മാർക്ക് അത് ഒരു 70 to 80% 12th നിങ്ങൾക്ക് ഇംഗ്ലീഷിനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇല്ല, അതും കഴിഞ്ഞ 7.5 വർഷത്തിനുള്ളിലുള്ള മാർക്കായിരിക്കണം. അതുകൂടാതെ നിങ്ങളുടെ അത് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് IELTS എഴുതാം. ഡിപ്പെൻസ്, ചില യൂണിവേഴ്സിറ്റി 6 ചോദിക്കുന്നു, ചില യൂണിവേഴ്സിറ്റി 6.5 ചോദിക്കുന്നു. 6.5 നിങ്ങൾ എയിം ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ സാധിക്കും. സോ കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. സോ ബേസിക്കലി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിട്ടുപോയ കുറച്ച് ഇൻഫർമേഷനാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എനി ക്വസ്റ്റ്യൻസ് ഫീൽ ഫ്രീ ടു ആസ്ക്. ഞാൻ ഈ വീഡിയോയുടെ താഴെ കഴിഞ്ഞ വീഡിയോ മിസ്സായവർക്ക്, കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഈ വീഡിയോയുടെ താഴെ ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. സോ അവിടെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ ഇൻഫർമേഷനും പറയുന്നുണ്ട്. സോ പ്ലീസ് വാച്ച് ആൻഡ് also please do subscribe this channel for further informative videos like this. Thank you and have a nice day.